ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബോല എന്താന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ അവസാന ഭാഗമാണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അപ്പൊ ഇതില് നമുക്കറിയാം ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ. ഇതാണ് നമ്മളുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ജനറൽ സ്റ്റേറ്റ്മെന്റിലെ അവസാനം കിട്ടിയത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു F1 external plus F2 external plus F3 external. എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ പറഞ്ഞു, ഇവിടെ ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ, എയർ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പം ദിസ് വിൽ ബി ഈക്വൽ ടു M1G plus M2G plus M3G. That is M1 plus M2 plus M3G. That equal to capital M into G, where M is the total mass. നോക്കാം, ഇതിപ്പോ ശരിക്കും ഇത്രേ ഉള്ളൂ. ഡി പി ബൈ ഡി ടി ഈക്വൽ ടു, ഇതാണ് ഇപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ. ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എം ജി. പിന്നെ എഫക്ട് ഇത് ശരിക്കും നോക്കിയാൽ നമുക്ക് എന്താ ശരിക്കും ഫീൽ ചെയ്യണത്? ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ മൊമെന്റുമായി ബന്ധപ്പെട്ടാണ് ഇറങ്ങുക. ഡി പി ബൈ ഡി ടി, ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഒരു വിത്ത് മാസ് എമ്മും മൊമെന്റം പി ആണെങ്കിൽ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എം ജി. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ മൂന്ന് പാർട്ടിക്കിളിനെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ എന്ന അർത്ഥത്തിൽ ഒരു ഫീലാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അത് ഇതിൽ കൂടെ നിന്നിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. This equation നമ്പറുകൾ എന്തെങ്കിലും ഉള്ളൂ. This equation is identical to that of a single particle of mass capital M with momentum capital P. അപ്പോൾ ഇതൊരു ഈ ഇക്വേഷൻ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എം ജി എന്ന് പറഞ്ഞ ഇക്വേഷൻ ശരിക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അസോസിയേറ്റഡ് വിത്ത് എ സിംഗിൾ പാർട്ടിക്കിൾ ഓഫ് മാസ് ക്യാപിറ്റൽ എം, അതാണ് ശരിക്കും ഈ ഇക്വേഷൻ. പക്ഷെ നമ്മളിവിടെ യഥാർത്ഥത്തിൽ ഡീൽ ചെയ്യുന്നത് 3 പാർട്ടിക്കിൾ സിസ്റ്റത്തെയാണ്. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മളിങ്ങനെ ഇതിന്റെ ഫിസിക്സ് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഹണ്ടർ സാധാരണ ചെയ്യുന്ന ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരാൾ മൃഗത്തെ പിടിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഫിസിക്സ് ഒന്നും അറിയില്ല. അവരെന്ത് ചെയ്യും? മൃഗത്തെ നോക്കിയിട്ട് ഉന്നം വെച്ചിട്ട് നമ്മൾ ഒരു പാർട്ടിക്കിൾ എങ്ങനെ എറിഞ്ഞാൽ പോകണോ ആ ഒരു ഇതിൽ. അപ്പം നമ്മൾ മൃഗം അങ്ങനെ ദൂരത്ത് നിൽക്കുന്നു, ആ മൃഗത്തെ നമ്മൾ ഉന്നം വെച്ചിട്ട് ഒരു പാർട്ടിക്കിൾ മാത്രമാണ് നമ്മൾ എറിയുന്ന രീതിയിൽ ആ ഒരു ഫീൽഡാണ് അവർ എറിയുക. ഈ 3 പാർട്ടിക്കിൾ പല ആക്ഷനിലെ പോവാണ്ട. ശരിക്കും ഈ 3 പാർട്ടിക്കിൾ മൂവ്മെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് മൂവ്മെന്റ് ആണ്. പക്ഷെ ഇവര് ഉന്നം വെക്കുമ്പോൾ ശരിക്കും ഒരു സിംഗിൾ പാർട്ടിക്കിൾ കൺസിഡറേഷനിലാണ് ഉന്നം വെച്ചിട്ട് നമ്മൾ എറിയുക. അപ്പം അതാണ് ഈ ഇക്വേഷൻ. അപ്പൊ ഇരിക്കുള്ളൂ, ഈ ഫിസിക്സ് ഒന്നും അവർക്ക് അറിയില്ല, പക്ഷെ അവർ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് മനസ്സിലാക്കുന്ന സംഗതിയാണ്. അപ്പൊ this is instinctively clear to the Gacho when he curls the bola. Although it is a complicated system. Although it is a complicated system, he need only aim it
like a single mass. മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ പോലും ഇയാളത് ഹേൾ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ മാസ് ഹേൾ ചെയ്യുന്ന അതേ ഒരു രീതിയിൽ ഹേൾ ചെയ്താൽ മതി. കാരണം ഇത് ഈ മൂന്ന് സിസ്റ്റം ഒരു സിംഗിൾ പാർട്ടിക്കിൾ പോലെ ആക്ട് ചെയ്യും. നമ്മളിങ്ങനെ എറിയുമ്പോൾ അത് ആക്ട് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അതുകൊണ്ട് ഈ മൂന്ന് പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്യുന്ന ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമില്ല. അവർക്കത് നേരെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ എറിയുന്ന അതേ ഒരു ഫീലോട് കൂടി എറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന ഒരു കൺസെപ്റ്റാണ് സെന്റർ ഓഫ് മാസ്. ഇതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവണം സെന്റർ ഓഫ് മാസ് എന്താണെന്നുള്ളത്. നമ്മൾ അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. കൺസിഡർ എ സിസ്റ്റം ഓഫ് n particles having masses m1, m2, m3, mn and their instantaneous position vectors are r1, r2, rn respectively. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിലുള്ളൂ നമ്മൾ ആക്സിസ് ആക്കി എടുക്കുന്നതാണെങ്കിൽ നമ്മുടെ കയ്യിൽ n പാർട്ടിക്കിൾ m1, m2, m3, mn. ഇതിന്റെ പൊസിഷൻ വെക്ടർ r1, ഇതിന്റെ പൊസിഷൻ വെക്ടർ r2, ഇത് r3, rn. ഇങ്ങനെയാണെങ്കിൽ അപ്പം n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ പൊസിഷൻ വെക്ടർ r1, r2, r3, rn ആണെങ്കിൽ the center of mass of this system, the center of mass of this system at this instant, I don't know, admit it. At this instant is the point whose position vector capital R is given by m capital M R equal to m1 r1 plus m2 r2 plus etc. mn rn. സെന്റർ ഓഫ് മാസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കൂടാതെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അറ്റ് സം പോയിന്റ് അതിന്റെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. മാത്തമാറ്റിക്കലി അതിലുള്ള ഡെഫിനിഷനാണ് ഇപ്പോൾ പറയുന്നത്. n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് ഈസ് ദാറ്റ് പോയിന്റ്. അത് നമ്മൾ ഒരു ഇൻസ്റ്റന്റിലാണ്, പ്രത്യേകിച്ച് പറയുന്നത് ഇന്ററാക്ടിങ് പാർട്ടിക്കിൾ ആവാം. ഓരോ സമയത്തും ഇതിന്റെ മാസിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആവും. അപ്പം അറ്റ് സം പെർട്ടിക്കുലർ ടൈം, അതാണ് അറ്റ് ദിസ് ഇൻസ്റ്റന്റ് പ്രത്യേകം പറയാൻ കാരണം. At some instant, the point whose position vector r is given by capital M into r equal to m1 r1 plus m2 r2 plus mn rn. ഇതാണ് പിന്നെ സെന്റർ ഓഫ് മാസിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. Here, where m is the
capital M is the total mass of the system. Total mass of the system. That is M equal to capital M equal to sigma j equal to 1 to n mj equal to m1 m2 plus mn. Therefore, capital R equal to sigma j. ഇതിനെ നമുക്ക് m1 r1 plus m2 r2 plus mn r എന്നുള്ളത് sigma j equal to 1 to capital N mj rj divided by sigma j equal to 1 to n mj. Okay. നമ്മൾ സാധാരണ ആർ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുക, R1 R2 R3 എന്നൊക്കെ സാധാരണ റെപ്രസെന്റ് ചെയ്യുക 3-dimensional കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. അത് ശരിക്കും ഇവിടെ ആക്സിസ് ഉണ്ട്, 3-dimensional കോർഡിനേറ്റ്, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്, അങ്ങനത്തെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ R1 R2 R3 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാലും അതിന് എന്തുണ്ടാവും, 3 കോമ്പണന്റ് ഉണ്ടാവും. ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ശരിക്കും എന്താ വരിക, xi plus yj plus zk. xi I ആണ്, ijk, x കോർഡിനേറ്റ്, y കോർഡിനേറ്റ്, z കോർഡിനേറ്റ്. അങ്ങനെ ആകുമ്പോൾ സെപ്പറേറ്റ് x എന്ന് ഇതാണെങ്കിൽ x will be equal to m1 x1 plus m2 x2. അതിന് x കോമ്പണന്റ് മാത്രം എടുത്ത് ഇതാണ്. അപ്പോൾ r എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സും വൈയും സെഡും ഉണ്ടാവും. അപ്പം ഇവിടെ എക്സ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആർ ജെക്ക് പകരം നമ്മൾ അതിൻ്റെ എക്സ് ജെ കോമ്പണന്റ് മാത്രം മതിയാവും. അപ്പം m1 x1 പ്ലസ് m2 x2 അങ്ങനെ പോകും, പ്ലസ് mn xn ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര mn. Or this can be written as, ഇതൊക്കെ തിരിച്ചു മറിച്ചൊക്കെ എഴുതണം ഒന്ന് തന്നെയാണ്, സിഗ്മ mn xn ഡിവൈഡ് ബൈ സിഗ്മ mn. ഈ താഴെ സിഗ്മ mn പകരം ക്യാപിറ്റൽ എം എഴുതാം. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ y equal to capital Y equal to sigma mn yn divided by sigma mn, and z equal to sigma mn zn by sigma mn. ഓക്കെ, അപ്പം സെന്റർ ഓഫ് മാസ് എന്താന്ന് പറഞ്ഞു. സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് എങ്ങനെ കാണും? ആർ ക്യാപിറ്റൽ ആർ ആണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എങ്കിൽ ആർ വിൽ ബി ഈക്വൽ ടു സിഗ്മ എം ജെ ആർ ജെ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം അല്ലെങ്കിൽ സിഗ്മ എം എൻ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 3-dimensional കോർഡിനേറ്റിൽ അതിൽ 3 കോമ്പണന്റ് ഉണ്ടാവും, എക്സ് വൈ സെഡ് കോമ്പണന്റ്സ് ഉണ്ടാവും. നിങ്ങൾ ഈ വെക്ടറിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള ധാരണയിലാണ് ഞാനിതൊക്കെ പറയുന്നത്. +2 ബേസിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, അത് മതി, അത്രേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ എക്സ് കോമ്പണന്റ് എന്താണ്, വൈ കോമ്പണന്റ് എന്താണ്, സെഡ് കോമ്പണന്റ് എന്താണ്, ഇതൊക്കെ പ്രോബ്ലത്തിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇനി നമ്മൾ ഈ സെന്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട ഡിസ്കഷന്റെ കണ്ടിന്യൂഷൻ ആണ്. അതിലൊരു ഈ എക്സാമ്പിളിലൂടെയാണ് ആ കൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആക്കുന്നത്. ഡ്രം മേജേഴ്സ് ബാറ്റൺ എന്ന് പറഞ്ഞൊരു ഡ്രം മേജേഴ്സ് ബാറ്റൺ. എന്താണ് ഡ്രം മേജേഴ്സ് ബാറ്റൺ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡ്രം മേജേഴ്സ് ബാറ്റൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 മാസസ്, 2 സെപ്പറേറ്റഡ് ബൈ, അത് രണ്ടും ജോയിൻ ചെയ്ത് നിൽക്കുന്നു.
with some rod of length L. ആ ഒരു സെറ്റപ്പിനാണ് ഈ ഡ്രം മാജസ് ബാറ്റൺ എന്ന് പറയാം, ബാറ്റൺ. അപ്പം എഴുതിക്കോളൂ, എ ഡ്രം മാജസ് ബാറ്റൺ കൺസിസ്റ്റ് ഓഫ് 2 മാസസ് M1 M2. ഈ ഫിഗറിൽ തന്ന പോലെ 2 മാസ് M1 M2 സെപ്പറേറ്റഡ് ബൈ തിൻ റോഡ് ഓഫ് ലെങ്ത് L. റോഡാണ്, സ്ട്രിങ് അല്ല, അത് പ്രത്യേകം ആലോചിക്കണം, റോഡാണ്. അപ്പം ഈ ഡിസ്റ്റൻസ് മാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. M1 M2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ L ആണ്, അവർ തമ്മിൽ കണക്റ്റഡ് ആണ് വിത്ത് സം റോഡ് L. അതിനെ നമ്മൾ ഡ്രം മാജസ് ബാറ്റൺ എന്ന് പറയാം. ദി ബാറ്റൺ ഈസ് ത്രോൺ ഇൻ ടു ദി എയർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബാറ്റൺ നമ്മൾ മുകളിലേക്ക്, ആകാശത്തേക്ക് എറിയുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് എറിയുന്നു, വെർട്ടിക്കലി മുകളിലേക്ക് എറിയുന്നു. ഫൈൻഡ് ദി ബാറ്റൺ സെന്റർ ഓഫ് മാസ്. അപ്പൊ നമ്മളെ മുമ്പിലെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ 2 മാസിന്റെ സെന്റർ ഓഫ് മാസ് കാണണം. ഇനി അതിനുശേഷം ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദി സെന്റർ ഓഫ് മാസ് കാണണം. ഇതാണ് നമുക്കിനി ചെയ്യാനുള്ള പണി. അപ്പൊ ഇതിൽ നോക്കാം, ഇതില് M1 എന്ന് പറഞ്ഞ മാസിന്റെ പൊസിഷൻ വെക്ടർ R1, M2ന്റെ പൊസിഷൻ വെക്ടർ R2. ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ആൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തു സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും എന്നുള്ളത്. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഫിഗറിന്റെ ഒരു ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതിക്കോളൂ. ലെറ്റ് ദി പൊസിഷൻ വെക്ടർ ഓഫ് M1 and M2 be R1 and R2. Then the position vector of the center of mass measured from the same origin is given by capital R equal to, നേരെ ഡെഫിനിഷൻ നേരെ എടുക്കുക, 2 മാസമുള്ളൂ, അപ്പോൾ എത്ര ഉള്ളൂ, M1 R1 plus M2 R2 divided by M1 plus M2. Neglect the mass of rod. The mass of the rod. നമ്മൾ അതുകൊണ്ട് ഈ തിൻ റോഡ് എന്ന് പ്രത്യേകം പറഞ്ഞപ്പം ഈ റോഡ് ഈ 2 മാസം തമ്മിൽ കണക്ട് ചെയ്ത് സം റോഡ് കൊണ്ടാണ്. അപ്പൊ റോഡിന്റെ മാസ് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ 1 കിട്ടുള്ളൂ ഇതിന്. അപ്പം ഒരു സംഗതി നമ്മൾ ചെയ്തു കഴിഞ്ഞു ശരിക്ക്. ഫൈൻഡ് ദി ബാറ്റൺ സെന്റർ ഓഫ് മാസ്. ഒരു മാത്തമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തു, ആ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ഒരു വെക്ടർ സൈൻ കിട്ടുള്ളൂ. R is M1 R1 plus M2 R2 divided by M1 plus M2. പക്ഷെ അത് ശരിക്കും ഒരു മാത്തമാറ്റിക്കലി ആയിട്ടുള്ളൂ. പക്ഷെ അതേസമയം നമുക്ക് വേറെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാൻ പറ്റുമോ എന്നും കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. ശരിക്ക് അതിന്റെ പ്രൂഫ് ആദ്യം ഞാൻ എന്താണ് ആ പൊസിഷനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി തരുന്നു, എന്നിട്ട് നമുക്ക് അതിന്റെ പ്രൂഫിലോട്ട് പോവാം. The center of mass lies on the line joining M1 and M2. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് അതിന്റെ പ്രൂഫിലോട്ട് പോവാം. അതായത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. നമ്മൾ പൊസിഷൻ വെക്ടർ ക്യാപിറ്റൽ R വരയ്ക്കാനായിരിക്കാം. ഈ R വരയ്ക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ R ഇതാണെങ്കിൽ ഈ R ഈ 2 M1 M2 തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും.
അപ്പോൾ അത് ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ പൊസിഷൻ വെക്ടർ ആർ ഉണ്ടാവുക എന്നതാണ്. അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സംവേർ ഇൻ ബിറ്റ്വീൻ ലൈൻ ജോയിനിങ് M1 and M2. അതാണ് സ്റ്റേറ്റ്മെന്റ്. അതാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ആക്സിസ് വരക്കുന്നു. നമ്മൾ രണ്ട് ആക്സിസ് നമ്മളെ രണ്ട് ആക്സിസ് ആണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. ഇനി M1 M2 അതിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ വരക്കാം. M1 എന്ന് വെക്കാം നമുക്ക്. M1 M2 നൊട്ടേഷൻ നമുക്ക് അവസാനം ചെയ്യാം. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ആർ, അതായത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ഈ ലൈനിലല്ല ജോയിൻ ചെയ്യുന്നത്, M1 M2 തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ അതും കൂടി നമ്മൾ വരക്കാം. ഇതാണ് നമ്മളെ ലൈൻ ജോയിനിങ് M1 and M2. നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ഈ ലൈനിൽ എവിടെയല്ല സെന്റർ ഓഫ് മാസ് നിൽക്കുന്നത്, സംവേർ ഇയർ ആണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വെക്ടർ വരക്കാം. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആണ് വിചാരിക്കാം. ആറിന്റെ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ഇവിടെ ആണ് വിചാരിക്കാം. ഞാനൊരു ലൈനും കൂടി വരച്ചിട്ട് നമുക്ക് നൊട്ടേഷൻ വരുത്താം. ഒരു രണ്ട് ലൈൻ കൂടി വരക്കണം. ഓക്കെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം. ഇനി ഇതെന്ന് പറയുന്നത് M2 മാസ് M2 ആണ്, മാസ് M1 ആണ്. നേരത്തെ M1 M2 എങ്ങനെയായാലും കുഴപ്പമില്ല, ഇവിടെ M1 ഇട്ടാലും അല്ലെങ്കിൽ തന്നെ നേരത്തെ ഇട്ട പോലെ ഒന്ന് ചെയ്യാം. M2 M1. ഓക്കെ, ഇതാണ് നമ്മളുടെ R1, ഇത് R2. ഇത് നമ്മളുടെ R. ഇവിടെയാണ് സെന്റർ ഓഫ് മാസിന്റെ ലൊക്കേഷൻ. അതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ശരിക്ക് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഈ ലൈനിൽ എവിടെയെങ്കിലും ആണ് സെന്റർ ഓഫ് മാസ് വരിക എന്നാണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നു സംവേർ അവിടെ അല്ല, ഈ ലൈനിലും അല്ല, ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലാണ്, ഈ ലൈനിൽ അല്ലാത്ത ഏതൊരു പോയിന്റിലാണ് സെന്റർ ഓഫ് മാസ് നിൽക്കുന്നത് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അതിനെ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആരോ വരച്ചാൽ അതിന്റെ R1 ഡാഷ് നമുക്കറിയാം. R1 ഡാഷ്, ഇത് R2 ഡാഷ്, ഈ ലൈനാണ് കേട്ടോ. R1 ഡാഷ് R2 ഡാഷ്, ഇത് മാസ് M1 ആണ് മാറുന്നത്. M1 M2 R1 ഡാഷ്, ഇത് R2 ഡാഷ്, ഇത് R1, അതുപോലെ ഇത് R2, ഇത് ക്യാപിറ്റൽ R. എഴുതിക്കൊള്ളൂ. സപ്പോസ് ടിപ്പ് ഓഫ് ക്യാപിറ്റൽ R, ക്യാപിറ്റൽ R എന്നാൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ, does not lie on the line joining M1 and M2.
നമ്മൾ അസ്യൂം ചെയ്യാണ്. നമ്മൾ എന്താണ് R1 ഡാഷ് ജസ്റ്റ് ഒന്നും എഴുതി വെക്കുന്നത് നന്നാവും. R1 ഡാഷ് മറ്റൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞു. R1 എന്താണ്, R2 എന്താണ്, ക്യാപിറ്റൽ R ആൾറെഡി പറഞ്ഞു. ഇതിൽ പുതിയ രണ്ട് വെക്ടർ എന്ന് പറഞ്ഞാൽ R1 ഡാഷും R2 ഡാഷും ആണ്. R1 ഡാഷ് വെക്ടർ ഫ്രം R to M1, അതായത് ആറിന്റെ ടിപ്പ് എന്ന് M1 ഉള്ളതാണ് R1 ഡാഷ്. ആൻഡ് R2 ഡാഷ് vector from R to M2. നമ്മൾ ഫിഗർ നോക്കാം. ഇതിക്കോളൂ ഫ്രം ഫിഗർ നോക്കാം. ഇതിന്റെ ആരോ മാർക്ക് നോക്കാം. നിങ്ങൾ വെക്ടർ സം ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ക്യാപിറ്റൽ ആറിന്റെ ആരോ മാർക്ക് ഇവിടെ എൻഡ് ചെയ്തു. ആ എൻഡ് ചെയ്ത് കൊടുത്തതാണ് R1 തുടങ്ങുന്നത്. R1ന്റെ പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്, അതിന്റെ എൻഡ് ഇവിടെയാണ്. ആരോ മാർക്ക് വരുന്ന ഈ ഭാഗമാണ്. അപ്പം ശരിക്കും ഇവിടെ കിടക്കുന്നത് R1 ക്യാപിറ്റൽ R ഇത്, അതിന്റെ ആരോ മാർക്ക് എൻഡ് ചെയ്ത് കൊടുക്കുന്നത് R1 ഡാഷ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വെക്ടർ സം അറിയുന്ന ആളുകളാണെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ക്യാപിറ്റൽ R പ്ലസ് R1 ഡാഷ് വിൽ ബി ഈക്വൽ ടു R1. അപ്പം R അത് എൻഡ് ഇവിടുന്ന് ഇതിന്റെ ആരോ എൻഡ് ചെയ്യുന്നോട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് പ്ലസ് ചെയ്താൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൈനസ് വരിക. അപ്പം ക്യാപിറ്റൽ R പ്ലസ് R1 വിൽ ബി എന്താണ്, ഈ ക്യാപിറ്റൽ ആറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് R1ന്റെ എൻഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ ആയിരിക്കും ക്യാപിറ്റൽ R പ്ലസ് R1 ഡാഷ്. Capital R plus R1 dash is R1, implies R1 dash equal to R1 minus capital R. Similarly, capital R plus R2 dash equal to R2. That is R2 dash equal to R2 minus capital R. Implies R1 dash equal to R1. നോക്കാം, ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ നമ്പറൊക്കെ വേണമെങ്കിൽ ഇട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ 1 ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇക്വേഷൻ 2 നിടാം, ഇക്വേഷൻ 3 നിടാം. ഇക്വേഷൻ 2 ഇംപ്ലൈസ് R1 ഡാഷ് ഈക്വൽ ടു R1 മൈനസ് എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻ 1ത്തെ ആ ക്യാപിറ്റൽ ആറിൻ്റെത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 R1 ബൈ M1 പ്ലസ് M2 മൈനസ്, ഞാൻ സെപ്പറേറ്റ് ചെയ്തായിട്ടാണ് എഴുതുന്നത്, M2 R2 ബൈ M1 പ്ലസ് M2. ക്യാപിറ്റൽ ആറിന് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ്. ഇവിടെ മൈനസ് ഒന്നുകൊണ്ട് രണ്ടും കോമൺ ആണ്. ശരിക്കും അതൊരു M1 R1 പ്ലസ് M2 R2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആണ്. ഞാനത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. Therefore, R1 dash is equal to, we ഡിനോമിനേറ്റർ കോമൺ ആക്കാം. ശരിക്കും M1 പ്ലസ് M2 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ M1 R1 പ്ലസ് M2 R2 മൈനസ് M1 R1 മൈനസ് M2 R2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 വരും. കോമൺ ആക്കി എടുത്തപ്പോൾ അതിലിപ്പോ M1 R1 ഇവിടെ തെറ്റിയിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, സോറി, ഇത് R1 ആണ്, സോറി. M2 മാറരുത്, M1 R1 പ്ലസ് M2 R1 ആണ്. R1
മൈനസ് M1 R1 മൈനസ് M2 R2. ഇതിൽ രണ്ടെണ്ണം ഒരേപോലെ വരുന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരിക R1 ഡാഷ് ഈക്വൽ ടു, ആരൊന്ന് മ്യൂട്ട് ചെയ്യാണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യേ. R1 ഡാഷ് ഈക്വൽ ടു M2 by M1 plus M2 into R1 മൈനസ് R2. അതായത് ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോകും, ഇതും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ M2 കോമൺ ആക്കി എടുത്താൽ R1 ഇവിടെ വരും, ഇത് R1 ആണ്, R1 ഇവിടെ വരും, മൈനസ് R2. ഇതേപോലെ തന്നെ R2 ഡാഷ് വിൽ ബി R2 മൈനസ് M1 R1 മൈനസ് M2 R2 ഡിവൈഡ് ബൈ, മൈനസ് ഇവിടെ ഇട്ടാൽ നേരത്തെ ഇതുപോലെ തന്നെ എഴുതിക്കൊള്ളുന്ന കൺഫ്യൂഷൻ ആവില്ലേ. M1 R1 by M1 plus M2 minus M2 R2 by M1 plus M2. Then R2 dash can be written as same procedure, M1 divided by minus of M1 divided by M1 plus M2 bracket R1 minus R2. പിന്നെ നോക്കാം, ഈ ഇക്വേഷൻ ആണെങ്കിൽ 4 എന്നിട്ടുള്ളൂ, ഇക്വേഷൻ 5 എന്നിട്ടുള്ളൂ. അപ്പം ഇക്വേഷൻ 4 and 5 implies R1 dash and R1 ആണ്, R1 dash and R2 dash are proportional to R1 minus R2. രണ്ട് ഇക്വേഷൻ നോക്കാം. R2 dash അല്ലെങ്കിൽ R1 dash is some constant, ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു വെക്ടർ R1 dash മൈനസ് R2. R1 dash മൈനസ് R2 എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വെക്ടറാണ്, ഒന്നൊന്ന് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക ഒരു സിംഗിൾ വെക്ടർ ആയിരിക്കും. ആ വെക്ടർ എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. അതുപോലെ തന്നെ R2 dash എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈന് മാറിയാൽ ഡയറക്ഷനെ മാറുള്ളൂ, ലൈൻ സെയിം തന്നെ ആവാം. നമ്മൾ R1 dash മൈനസ് R2 എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈനാണ്. ആ ലൈനിന്റെ ഇത് R1 ഒരു ഡയറക്ഷനിലാണെങ്കിൽ മറ്റേ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കുന്നുള്ളൂ, ഇൻറ്റു സം കോൺസ്റ്റന്റ് വാല്യൂ ഡിഫറൻ്റ്. അതായത് ഇപ്പൊ ലെങ്ത് ഡിഫറൻ്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് മാറാന്ന് പറഞ്ഞാൽ ലെങ്ത് മാറും, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഒരേ ലൈൻമേലാണെന്ന് അതിന്റെ അർത്ഥം. ഈ ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കണം. R1 മൈനസ് R2 എന്ന് പറഞ്ഞ ഒരു ലൈനാണ്, ആ ലൈൻമേൽ തന്നെയാണ് എന്തുണ്ടാവുക, ആ ലൈനിലാണ് അലോങ് ആണ് R2 ഡാഷ്, ആ ലൈൻ അലോങ് ആണ് R1 ഡാഷ്. അതാണ് ഇതിന്റെ അർത്ഥം. ഇക്വേഷൻ 4 and 5 implies R1 dash and R2 dash ആണ് are proportional to R1 minus R2. But R1 മൈനസ് R2, നിങ്ങൾ ആ ഫിഗർ നോക്കുക. R1 മൈനസ് R2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, is the vector from M1 to M2. ആ ഫിഗർ നോക്കുക, അതിൽ ആ ഫിഗറിന്റെ കൂടെ ഇതും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ ഡിനോട്ട് ചെയ്തില്ലായിരുന്നു, ഇപ്പം ഇനി നോക്കുക R1 മൈനസ് R2, അതിൻ്റെ ആരോ ഇങ്ങോട്ടായിരിക്കും, M1 to M2 ആയിരിക്കും. അത് നിങ്ങൾ വെക്ടർ സമ്മിൽ വെച്ച് നോക്കിയാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അത് കിട്ടും. അപ്പം R1 മൈനസ് R2 എന്ന് പറഞ്ഞാൽ ലൈൻ ദി വെക്ടർ ഫ്രം അല്ലെങ്കിൽ ലൈൻ ജോയിനിങ് M1 and M2 ആണ്. R1 and R2 is the vector from M1 to M2 ആണ്.
R1 minus R2 എന്ന് പറഞ്ഞാൽ is vector from M1 M2. അതാണ് അതിന്റെ ഡയറക്ഷൻ. അതാണ് R1 minus R2. But R1 minus R2 is the vector from M1 to M2. That is R1 അതിന്റെ അർത്ഥം R1 dash and R2 dash lie along the line joining M1 and M2. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രൂഫായി. നമ്മൾ ചോദിച്ചതിന്റെ പ്രൂഫ് ഇപ്പോൾ ഓൾറെഡി ആയി. അതായത് സെന്റർ ഓഫ് മാസ് ലൈ ഓൺ ദി ലൈൻ ജോയിനിങ് M1 ആൻഡ് M2. അതായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാരണം നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തു നോക്കി. നമ്മൾ ആ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പൊസിഷൻ ഫാക്ടർ ഇതാക്കി എടുത്തു നോക്കി നമ്മൾ ചെയ്തു വന്നപ്പം ഈ R1 ഡാഷും ഈ R2 ഡാഷും ഈ തന്നെ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഈ ലൈൻമേലാണ്, അതായത് മുകളിലെ ലൈനിലാണ്. ഇവിടെയാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്നാണ് അതിന്റെ അർത്ഥം. കമ്പയർ ചെയ്യുക. ഓക്കെ, പ്രൂഫായി, സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫായി. ഒരു 10 മിനിറ്റും കൂടി എടുത്തിട്ട് ഈ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. R1 ഡാഷിന്റെ ജസ്റ്റ് ഒന്ന് ചെയ്യാം, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. M2 by M1 plus M2 R1 minus R2. മാഗ്നിറ്റ്യൂഡ് ആണ് ഇപ്പൊ നോക്കുന്നത്. R1 ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് M2 divided by M1 plus M2. നമുക്ക് ആൾറെഡി ഗിവൺ ആണ് M1 M2 തമ്മിലുള്ള സബ്ട്രാക്ഷൻ L ആണ്. അപ്പം R1 ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് M2 by M1 plus M2 into L and R2 dash equal to M1 divided by M1 plus M2 R1 minus മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ, വെക്ടർ അല്ല, മാഗ്നിറ്റ്യൂഡ് ആണ്. അതുകൊണ്ടാണ് മൈനസ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ മൈനസ് അതിന്റെ ആവശ്യമില്ല. ടു M1 by M1 plus M2 into L constant into L. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ എനിക്ക് ശരിക്കും മനസ്സിലാവും. ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് നോക്കാം. ഇക്വേഷൻ നമ്മൾ എന്താണ് 6ഉം 7ഉം എടുത്ത് നോക്കാം. ഇതിനൊരു മീനിങ് കൂടി നിങ്ങൾക്ക് മനസ്സിലാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചിന്തിച്ചാലും കിട്ടുന്ന തന്നെയാണ്. R1ന്റെ മാഗ്നിറ്റ്യൂഡ് മുകളിൽ വരുന്ന M2 ആണ് വരുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. M2 into L ആണ്. R2ന്റെ ബാക്കി രണ്ടും കോമൺ ആണ്. M1 by M2 ഡിവൈഡ് ബൈ സെയിം ഫാക്ടർ ആണ് രണ്ടിനും വരുന്നത്. R2 ഡാഷിന് വരുന്നത് M1 into L. അപ്പൊ ശരിക്കും R1 മാത്രമേ ഉള്ളൂ. R1 ഡാഷ് എന്ന് പറഞ്ഞാൽ M2 into L. നമ്മൾ ആ ഫിഗറിലേക്കും പോയേക്കാം. R1 ഡാഷ് അതായത് ശരിക്കും R1 ഡാഷ് ഇവിടെ വരും. ഇനി ഈ നമ്മൾ അസ്യൂം ചെയ്തതല്ല വേണ്ടത്. ഇനി അസ്യൂം ചെയ്തൊക്കെ ഒഴിവാക്കാം. ഇവിടെയാണ് R1 ഡാഷ്. സംവർ ഇയർ ആണ് വിചാരിക്കുന്നത്. സോറി, ഇത് വേണ്ട, തൽക്കാലം ഇവിടെയാണ് വിചാരിക്കുന്നു. സംവർ ഇയർ. ഇങ്ങനെയാണെങ്കിൽ R1 ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് R1 ഡാഷ്. ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ്. ശരിക്കും R1 ഡാഷ് ഇവിടെ വരാം. അപ്പൊ R1 ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു M2 into L ആണ്. അതുപോലെ R2 ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു M1 into L ആണ്. അപ്പൊ അതിന്റെ അർത്ഥം M2 കൂടുതലാണ് വിചാരിക്കാം. അപ്പം ഇത് തൽക്കാലം ഫസ്റ്റത്തെ മാത്രം എടുക്കാം. M2 is greater than M1. ഇത് എഴുതിക്കോളൂ. R2 ഡാഷ് എന്ന് എഴുതിക്കോളൂ. പ്രൊപ്പോർഷണൽ ടു M1 into L. M2 is greater than M1 ആണെങ്കിൽ, M2 is greater than M1 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വൈസ് ഏതായിരിക്കും കൂടുതൽ? R1 ആയിരിക്കും കൂടുതൽ. മനസ്സിലാക്കി വെക്കുക. M2 greater than M1 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വൈസ് എഴുതി വെക്കാം. ഇഫ് M2 is greater than M1, magnitude of R1 dash
will be greater than magnitude of R2 dash. അതിന്റെ അർത്ഥം എന്താണ്? R1ന്റെ ലെങ്ത് കൂടുക. അപ്പം R1ന്റെ ലെങ്ത് കൂടാൻ ഈ പോയിന്റിന് സെന്റർ ഓഫ് മാസ് ഇവിടെ നിൽക്കുന്ന പകരം ഇവിടെ ആയിരിക്കും. അപ്പോഴാണല്ലോ R1ന്റെ ലെങ്ത് കൂടുക. അപ്പം ഇവിടെ നിൽക്കുന്നതിന് പകരം R1ന്റെ ലെങ്ത് കൂടണമെങ്കിൽ പോയിന്റ് ഇവിടെ വരണം. അങ്ങനെ ആകുമ്പോഴേ ഇത് R1 ഇത്ര വരുമ്പോൾ ഇത് R1 ആവും. R1 ഡാഷ് ഇത്ര വരുള്ളൂ R2 ഡാഷ്. അപ്പം M2 ഗ്രേറ്റർ ദാൻ M1 ആണെങ്കിൽ R1 ഡാഷ് കൂടുതൽ. അതിന്റെ അർത്ഥം സെന്റർ ഓഫ് മാസ് ഗ്രേറ്റർ മാസിനായിട്ട് അടുത്താ നിൽക്കുക. വളരെ പ്രാക്ടിക്കലി ആലോചിച്ചാൽ കിട്ടുന്നതാണ്. മാത്തമാറ്റിക്കലി ഞാൻ പറഞ്ഞെന്നുള്ളൂ. എപ്പോഴും സെന്റർ ഓഫ് മാസ് ഹയർ മാസ് ഇവിടെ നിൽക്കുന്ന അതിന്റെ അടുത്തായിട്ടായിരിക്കും സെന്റർ ഓഫ് മാസ് വരിക. പ്രാക്ടിക്കലി ഫിസിക്കലി നിങ്ങൾ ആലോചിച്ചാൽ കിട്ടുന്ന തന്നെയാണ്. അത് മാത്തമാറ്റിക്കലി ഞാൻ ജസ്റ്റ് പറഞ്ഞു. നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നു. സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. അപ്പോ അതവിടെ കഴിഞ്ഞു. ഇപ്പൊ ഇതുവരെ നമ്മൾ ഒരു ഫസ്റ്റ് സെന്റർ ഓഫ് മാസ് R എന്താന്ന് പറഞ്ഞു, അതിന്റെ പൊസിഷൻ വെക്ടർ പറഞ്ഞു, എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അതിന്റെ പ്രൂഫ് പറഞ്ഞു. അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി ക്വസ്റ്റ്യനിൽ ഒരു ഭാഗം കൂടി ബാക്കിയുണ്ട്. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദി സെന്റർ ഓഫ് മാസ് എന്ന ചോദ്യം കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഇക്വേഷൻ 1 implies M1 plus M2 into capital R അല്ലെങ്കിൽ അതിന്റെ R ഡോട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇത് എഴുതിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. M1 R1 പ്ലസ് M2 R2. ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? M1 പ്ലസ് M2 ഇൻറ്റു R ഡോട്ട് ഈക്വൽ ടു M1 R1 ഡോട്ട് ടൈം ഡെറിവേറ്റീവ് എടുക്കുക രണ്ട് ഭാഗത്തും M2 R2 ഡോട്ട്. ഇത് ശരിക്കും എന്താ? M1 V1 പ്ലസ് M2 V2 ആണ് ശരിക്കും. M1 MV എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ്. അപ്പം this can be written as P1 plus P2. R1 dot എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പോൾ M1 R1 dot എന്ന് പറഞ്ഞാൽ M1 V1. M1 V1 എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓഫ് ദി ഫസ്റ്റ് പാർട്ടിക്കിൾ. M2 V2 എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ. ഇപ്പൊ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നു. ടേക്കിംഗ് ടൈം ഡെറിവേറ്റീവ് വൺസ് മോർ. നിങ്ങൾ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയാൽ മതി. M1 പ്ലസ് M2 R ഡബിൾ ഡോട്ട് വരും. അപ്പോൾ വിൽ ബി ഈക്വൽ ടു ഇതിനടുത്താണ്. ഇനി ഇത് കൺസിഡർ ചെയ്യേണ്ട dP1/dt പ്ലസ് dP2/dt. Therefore M1 plus M2 R double dot is equal to dP1/dt എന്ന് പറഞ്ഞാൽ എന്താ? F external ആണ്. ഇന്റേണൽ ഒക്കെ പോയി പോകും. അപ്പൊ പിന്നെ എന്തേ ഉള്ളൂ? F1 external plus F2 external. അങ്ങനെ ഇതാലോ. F1 external plus F2 small letter equal to F1 external plus F2 external. That is equal to total external force F external. നമ്മൾ കഴിഞ്ഞു. Assuming that friction is negligible, the external force on the batten is, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ external force on the batten is എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത്. അപ്പം F external equal to M1G plus M2G. Therefore M1 plus M2 R double dot
ഡബിൾ ഡോട്ട് ആണ് ഈക്വൽ ടു, ശരിക്കും ഇത് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ് ശരിക്കും കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു നൊട്ടേഷൻ എഴുതാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കൽ ACM എന്നൊക്കെ എഴുതാറുണ്ട്. ഇങ്ങനെ ഒരു നൊട്ടേഷനും ഈ R ഡബിൾ ഡോട്ടിനും ഉപയോഗിക്കാറുണ്ട്. ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, അതാണ് ഈ R ഡബിൾ ഡോട്ട്, ക്യാപിറ്റൽ R ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത്. M1 plus M2 R ഡബിൾ ഡോട്ട് ഈക്വൽ ടു M1 plus M2 into G. F1 external, F2 external കൂട്ടിയാൽ ഇത് വരും. Implies R double dot equal to G. ഇതാണ് നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള R double dot acceleration of the center of mass equal to G. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ മുമ്പ് പ്രൊജക്റ്റൈൽ മോഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമാണ്, വളരെ കൃത്യമാണിത്. അതായത് ശരിക്കും നമ്മൾ ഈ രണ്ട് മാസിലെ ബാറ്റൺ, രണ്ട് സൈഡിലും മാസിലെ ബാറ്റൺ നമ്മൾ മുകളിലോട്ട് എറിയുകയാണെങ്കിൽ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞങ്ങനെ വരും പല ഇതിലിങ്ങനെ. അതിൻ്റെ ഓരോ മാസിൻ്റെയും പ്രൊപ്പോർഷൻ ഓരോ സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല. രണ്ട് മാസ് M1ൻ്റെയും M2ൻ്റെയും നമ്മളൊരു ബാറ്റൺ എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ എറിയാണ്, വെർട്ടിക്കലി എറിയുന്ന ഒരു സം ആംഗിളിൽ നമ്മൾ എറിയുകയാണെങ്കിൽ അതിൻ്റെ M1 M2ൻ്റെ പൊസിഷൻ ഓരോ സമയത്തും എവിടെയെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യൽ വളരെ ഡിഫിക്കൽട്ടാണ്. അത് സമയം നോക്കുക, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ശരിക്കും ഒരു സിംഗിൾ പാർട്ടിക്കിൾ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞാൽ ഏത് പാത്താണോ ഫോളോ ചെയ്യുക അതേ പാത്ത് തന്നെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഫോളോ ചെയ്യുക. സാധാരണ നമ്മളൊരു സിംഗിൾ മാസ് മുകളിലോട്ട് എറിഞ്ഞാൽ അതൊരു പ്രൊജക്റ്റൈൽ മോഷൻ, ഒരു പ്രത്യേക ഇതിലാണ് പോവുക, ഒരു പ്രൊജക്റ്റൈൽ മോഷൻ. ആ പ്രൊജക്റ്റൈൽ മോഷൻ വരാനുള്ള കാരണം ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ടാണ്. അപ്പം ഒരു സിംഗിൾ പാർട്ടിക്കിൾ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞാൽ അതിൻ്റെ ആക്സിലറേഷൻ എന്താണ്, വേറെ ഫോഴ്സ് ഒന്നും പിന്നീട് ഇല്ലെങ്കിൽ അതിലുള്ള ആക്സിലറേഷൻ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് തന്നെയാണ് നമുക്ക് സെൻറ്റർ ഓഫ് മാസിന്റെ കേസിലും കിട്ടിയത്. അപ്പം എഴുതിക്കോളൂ, that is the acceleration of the center of mass equal to G. That is, the center of mass behaves like a single particle, So, a minute. The center of mass behaves like a single particle. അപ്പോൾ അതിനും കൂടെ എഴുതിയിട്ട് ആ ഫിഗറും കൂടി നിങ്ങൾ നോക്കാം. Center of mass follows the parabolic trajectory of a single mass in a uniform gravitational field.
ഓക്കെ. അപ്പോൾ പിന്നെ നാഷണൽ ആന്തൊക്കെ കേട്ടല്ലോ അല്ലേ? അപ്പോൾ പിന്നെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സംഗതി ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിൾ എറിയുകയാണെങ്കിൽ ഏത് പാത്താണോ ഫോളോ ചെയ്യുക അതേ പാത്ത് തന്നെയാണ് ഈ ബാറ്റിന്റെ സെന്റർ ഓഫ് മാസ് ഇതാണെങ്കിൽ ആ സെന്റർ ഓഫ് മാസ് ഫോളോ ചെയ്യുക. അതേസമയം ഈ മാസ് ഇപ്പോൾ ഇത് M1 ആണെങ്കിൽ അത് അടുത്ത സമയം ചിലപ്പോൾ M1 ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ M1 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തും, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എത്തും, ഇങ്ങനെ എത്തി അവസാനം ഇവിടെ പിന്നെയും എത്തും, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കുക ചെയ്യാം. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ M1 M2 പിന്നെ പൊസിഷൻ പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ആൾ. അപ്പോൾ 1-2 കാര്യം കൂടി ആരും പിന്നെ എക്സിറ്റ് അടിക്കല്ലേ. 1-2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോവാം. റെക്കോർഡൊന്നും